28 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്. അവനിക്ക് വല്ലാത്തൊരു വിഷമം. അവൻ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് അവൻ്റെ വാക്കുകൾ പോലും പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്രയേറെ സങ്കടങ്ങൾ, എന്താ പറയുക, സങ്കടങ്ങൾ കൊണ്ട് വാക്കുകൾ മുറിഞ്ഞു പോകുന്നില്ല ആ ഒരവസ്ഥ. അവൻ പറയുന്നതെല്ലാം അവൻ്റെ അമ്മയെക്കുറിച്ചായിരുന്നു. അവനിക്ക് വേണ്ടത്ര രീതിയിൽ അമ്മയെ സ്നേഹിക്കാൻ പറ്റിയില്ല, സംരക്ഷിക്കാൻ പറ്റിയില്ല, സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല. എപ്പോഴും വേദനകൾ മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അമ്മ എന്നിൽ നിന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും എനിക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, പല രാത്രികളിലും മകൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ വരുമ്പോഴേക്ക് അമ്മ ഉണ്ടാവല്ലേ, അമ്മ ഉറങ്ങണേ, എന്നെ അവിടെ നോക്കി നിൽക്കരുതേ എന്നൊക്കെ. പക്ഷേ ഈ മകൻ ഇപ്പോൾ ആഗ്രഹിക്കണം, അങ്ങനെ ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കയറി വരുന്ന സമയത്ത് വാതിൽ തുറന്നു തരാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കണം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് കൂടെ മരണപ്പെട്ടിട്ട് ഒരു 7 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ മകൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്, മകന് കുറച്ച് ആൽക്കഹോളിക്കാണ്. അപ്പം അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അമ്മ അതിനെക്കുറിച്ച് പലപ്പോഴും പറയും. അമ്മയ്ക്ക് എപ്പോഴും പേടിയുമായിരുന്നു. ഒരു മകനാണുള്ളത്, ഒരു മകളും ഒരു മകനുമാണ്. അപ്പം ഈ മകനിൽ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അമ്മയാണ്. പക്ഷേ പലപ്പോഴും അവന് വേണ്ടത്ര രീതിയിൽ അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ അമ്മ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ഞാൻ നിരസിച്ച് കളയാണ് ചെയ്തിരുന്നത്. ചിലതൊക്കെ എനിക്ക് ആ ഒരു സമയം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പലതും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ളൊരവസ്ഥയാണെങ്കിൽ പോലും ഞാൻ മറ്റേതിനൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരുപാട് നിറഞ്ഞ കുറ്റബോധങ്ങളൊക്കെ അതിൻ്റെ ഫലമായിട്ട് ഒരു ഗ്രീഫ് സ്ട്രെസ്സിലൊക്കെ പോയിരിക്കുകയാണ് ആൾ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കൗൺസിലിങ്ങിലോട്ടൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് നമ്മളൊക്കെ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പാരൻസിനെ കുറിച്ചിട്ടൊക്കെ അല്ലേ, നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ അവരെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അവരെത്രത്തോളം സന്തോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കാം. നമ്മൾക്കറിയാം, ഇനി എന്ത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് അമ്മമാരുടെ മനസ്സിൽ ഒരു സ്ട്രെസ് ഇങ്ങനെ ഉണ്ടാകുകയാണ്. മക്കളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനും വെപ്രാളവും സങ്കടവും എന്തൊക്കെയോ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവും. നമ്മൾ പറയാറില്ല, എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കാറില്ലേ? ഉറക്കം വരില്ല മക്കളെ, അതങ്ങനെയാണ്. അവർക്ക് ഉറക്കം വരില്ല, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്ത് വേറെ ഏതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്, മക്കളെയാണ്. അപ്പം അത്തരം അമ്മമാർക്ക് എൻ്റെ മകൻ എവിടെ പോയി എന്താ അവനെ കാണാത്തെന്നുള്ളൊരു ഉള്ളിലത്തെ ഒരു തീയുണ്ടല്ലോ, അത് നമുക്കൊരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കാം, നമ്മളുടെ വിശ്വാസക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നല്ല ഇവർ നമ്മളുടെ പിന്നിൽ നടക്കുന്നത്. അവരുടെ സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അവർക്ക് എവിടേക്കോ കേൾവി ഉണ്ടാവും പല കാര്യങ്ങളെക്കുറിച്ച്. പോലെ സമൂഹത്തിൽ, ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാളായി എൻ്റെ മകൻ വരരുത്, അതിലൊരാളായി എൻ്റെ മകൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നാലെ വരുന്നതും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നതും. അത് നമുക്കൊരു ഫ്രസ്ട്രേഷനായി തോന്നുന്നു എന്നുള്ളതാണ്. അതൊരു ഏജിൻ്റെ കാര്യങ്ങളാണ്. ഈ മകൻ പറഞ്ഞു കണ്ടില്ലേ, ആ ഒരു ഏജിൻ്റെ കുറേ ഇതാണ്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പം ഒരുപാട് നഷ്ടങ്ങളാണ് എനിക്കുള്ളത്, അടക്കാൻ പറ്റാത്ത സങ്കടങ്ങളാണ് എനിക്കുള്ളത്. അപ്പം നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക, സന്തോഷിപ്പിക്കുക. നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ മക്കളുടെ ജീവൻ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്. താങ്ക് യു എവരിവൺ.